ഹായ് ഡിയേഴ്സ്, നമുക്ക് കുറച്ച് GK ക്വസ്റ്റ്യൻസ് നോക്കാം. ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന രാജ്യം ഫ്രാൻസ്. ഫ്രാൻസ് ആണ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന രാജ്യം. സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി സത്ലജ്. സത്ലജ് ആണ് സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി. അർജുന അവാർഡ് നൽകി തുടങ്ങിയ വർഷം 1961. 1961 അർജുന അവാർഡ് നൽകി തുടങ്ങിയത്. കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തമിഴ്നാട്. കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. ഹെർമൻ ഗുണ്ടർട്ടിന്റെ ജന്മദേശം ജർമ്മനി. ജർമ്മനിയാണ് ഹെർമൻ ഗുണ്ടർട്ടിന്റെ ജന്മദേശം. ഗാന്ധിജി വധിക്കപ്പെട്ട സ്ഥലം ന്യൂഡൽഹി. ന്യൂഡൽഹിയിൽ വെച്ചാണ് ഗാന്ധിജി വധിക്കപ്പെട്ടത്. കൊച്ചി തുറമുഖ വികസനത്തിന് സഹായിച്ച രാജ്യം ജപ്പാൻ. കൊച്ചി തുറമുഖ വികസനത്തിന് സഹായിച്ച രാജ്യം ജപ്പാനാണ്. ഹോക്കി മത്സരത്തിന്റെ സമയദൈർഘ്യം 60 മിനിറ്റ്. 60 മിനിറ്റാണ് ഹോക്കി മത്സരത്തിന്റെ സമയദൈർഘ്യം. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം വൃക്ക. വൃക്കയാണ് രക്തം ശുദ്ധീകരിക്കുന്ന അവയവം. റഷ്യയുടെ നാണയം റൂബിൾ. റൂബിളാണ് റഷ്യയുടെ നാണയം. കേരളത്തിൽ ആദ്യമായി 3G സർവീസ് ലഭിച്ച ജില്ല കോഴിക്കോട്. കോഴിക്കോടാണ് കേരളത്തിൽ ആദ്യമായി 3G സർവീസ് ലഭിച്ച ജില്ല. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത മനോഹർ. സുജാത മനോഹർ ആണ് കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ്. ഒരു സമചതുരത്തിന്റെ വശം 10% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും? 21%. ഒരു സമചതുരത്തിന്റെ വശം 10% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും? 21%. നാട്ടുരാജ്യങ്ങളുടെ